നിങ്ങൾക്കിവിടെ ജർമ്മനിയിൽ കുട്ടികൾക്ക് കുറേ അലവൻസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് കുറെ പേരൊക്കെ ഡൗട്ട് ഉണ്ട് കേട്ടോ. അതെ, കുട്ടികൾക്ക് കുറെ അലവൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ കുട്ടികൾക്കൂടെ ചെലവുണ്ട്. അപ്പൊ അതുപോലെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു അലവൻസ് ആണ് സിബിലിങ്സ് ബോണസ് അഥവാ ഗെഷൂസ്റ്റസ് ബോണസ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഈ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ജർമ്മൻ മാപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിബിലിങ്സ് ബോണസ് അഥവാ ഗെഷൂസ്റ്റസ് ബോണസ്, അതായത് നിങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻ ഗവൺമെന്റ് നൽകുന്ന ചെറിയൊരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്. അപ്പൊ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് 3 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ട്, പോയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടെ ജനിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിബിലിങ്സ് ഗൾഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. 6 വയസ്സിൽ താഴെയുള്ള 2 കുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ട്, പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോ ഒരു കുട്ടി കൂടെ ജനിച്ചു. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി മൂന്നാമതൊരു ക്രൈറ്റീരിയ വരുന്നത്, നിങ്ങൾക്ക് ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് 14 വയസ്സിൽ താഴെയാണ്, പോയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുട്ടിയുടെ ജനിച്ചു. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഗൾഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. ഈ ഒരു തുക നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ആനുകൂല്യമായിട്ട് പറയാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയ ഒക്കെ ഓവർ ആവുമ്പോഴത്തേക്കും നമ്മുടെ ഈ തുക സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. മാത്രമല്ല നമുക്കൊരു സെപ്പറേറ്റ് ആനുകൂല്യമായിട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എൽട്ടേൺ ഗൾഡിന്റെ കൂടെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ എൽട്ടേൺ ഗൾഡ് എന്ന് പറയുന്നത് മെറ്റേണിറ്റി ലീവിലേക്ക് പോകുന്ന പാരന്റ്സിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് നൽകുന്ന ഒരു അലവൻസ് ആണ്. അപ്പൊ അതെന്താണെന്ന് ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഈ എൽട്ടേൺ ഗൾഡിന്റെ കൂട്ടത്ത് ഒരു 10% കൂടുതലായിട്ടായിരിക്കും സിബിലിങ്സ് ഗൾഡ് കിട്ടുന്നത്. ഒരു 75 അല്ലെങ്കിൽ 80 യൂറോയ്ക്ക് ഇടയ്ക്കായിരിക്കും നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതാണ് സിബിലിങ്സ് ബോണസ് അല്ലെങ്കിൽ ഗെഷൂസ്റ്റസ് ബോണസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ ജർമ്മൻ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടാ. അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.